മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ഒഴിവാക്കിയത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അജീഷ്, ഈ വകുപ്പുകൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണെന്നാണ് അജീഷിന് മനസ്സിലാകുന്നത്? ഈ കുറ്റപത്രം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? പ്രവിധ, എന്തായാലും ഈ കേസ് എടുത്ത സമയത്ത് പോലീസ് ഈ 5 KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരുന്നത് വധശ്രമം, ആയുധം ഉപയോഗിച്ച് അക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയായിരുന്നു അന്ന് പോലീസ് കേസ് എടുത്തിരുന്നത്. അന്ന് ഈ വീണ ജോർജിന്റെ, മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗൺമാൻ അടക്കമുള്ള അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്ന് FIR ഇട്ടത്. അതിനെ തുടർന്നായിരുന്നു 5 KSU പ്രവർത്തകർ റിമാൻഡിൽ പോയതും. പിന്നീട് ആണ് ഈ കണ്ണൂർ പോലീസ് ഈ വീണ ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് എത്തി, അധികാരമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് മൊഴി എടുത്തപ്പോഴാണ് ആയുധം ഉപയോഗിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല എന്നുള്ള മൊഴി വീണ ജോർജ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ പോലീസ് ഇപ്പോൾ കുറ്റപത്രത്തിൽ അവർ തന്നെ എഴുതിയ FIRൽ എഴുതിയ കാര്യം തിരുത്തി മാറ്റി എഴുതിയിരിക്കുന്നത്. നിലവിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ വകുപ്പുകളൊക്കെ ഒഴിവാക്കിയാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നലെയാണ് ഇത് നൽകിയത്. എന്തായാലും നിർണായകമായിട്ടുള്ള, അതായത് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് വലിയ ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു. വലിയ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇപ്പോൾ ഒഴിവാക്കിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.